ഇയാൾ കല്യാണം കഴിച്ച സ്ത്രീയെ ഇവർക്കറിയാം. എനിവേ ഇയാൾ എന്ത് ചെയ്യുമെന്നറിയാനായിട്ട് അയാൾക്ക് എന്തെങ്കിലും പറ്റിയോ അല്ലെങ്കിൽ അയാൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് പറ്റിയോ എന്നറിയാൻ വേണ്ടിയിട്ട് ഈ ഭാര്യയെ ഇവർ കോണ്ടാക്ട് ചെയ്യും. അതായത് ഡിവോഴ്സായ ഭാര്യയെ ഇവർ കോണ്ടാക്ട് ചെയ്യും അയാൾ എന്ത് ചെയ്യുമെന്നറിയാൻ വേണ്ടി. അപ്പം എടുത്ത വായിൽ ഈ ഭാര്യ ചോദിച്ചൊരു ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ എന്തിനാണ് ഇയാളെ അന്വേഷിച്ച് വിളിക്കുന്നത്? ഇയാൾ നിങ്ങളുടെ നിന്ന് പൈസ വല്ലതും കടം മേടിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ ഇവർക്ക് ഒരു ഡൗട്ട്. അപ്പോൾ പറഞ്ഞു എന്താ അങ്ങനെ ചോദിച്ചത്? കാര്യം കഴിഞ്ഞാൽ ഒരു ഡൗട്ട് എന്തുകൊണ്ട് ഇയാളുടെ ഭാര്യ ഇവരോട് ഇങ്ങനെ ഇത് എന്നാൽ ഫോൺ എടുത്ത് ഇന്നാരുണ്ടെന്ന് വെച്ചപ്പോൾ ഉടനെ ഇവർ ചോദിച്ച് മറുപടി ഇതായത് കൊണ്ട് ഇവർക്ക് സംശയം. അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, ഇയാളുടെ സ്ഥിരം പരിപാടി ഇതാണ്, കൂട്ടുകാരോടൊക്കെ കൂട്ടുകൂടി എന്താ പറയുക, അവരുടെ മേലൊരു വിശ്വാസം അർപ്പിച്ചു കഴിഞ്ഞ് പൈസ അടിച്ചുകൊണ്ട് പോവുക. പിന്നെ ഒരു വിവരവുമില്ല. പല ആൾക്കാരും എന്നെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഇയാൾ എവിടെയാണ് താമസിക്കുന്നതെന്നോ ഏത് രാജ്യത്താണെന്നോ അല്ല ഏത് സ്ഥലത്താണെന്നോ ഇവർക്കറിയത്തില്ല. ഈ ഭാര്യയ്ക്കോ അവർക്കൊരു കുഞ്ഞുണ്ട്, അവർക്ക് ആർക്കും ഇയാളെപ്പറ്റി അറിയത്തില്ല. ഇയാൾ വർഷങ്ങളായിട്ട് ഇയാളുടെ സ്ഥിരം പരിപാടി ഇതായിരുന്നു. അപ്പോൾ എന്നെ വിളിച്ചിട്ട് ആ സ്ത്രീ പറഞ്ഞാൽ 75 ലക്ഷം രൂപ ഇവർ അടിച്ചു മാറ്റിക്കൊണ്ട് പോയി. ശരിക്കും പറഞ്ഞാൽ ഈ സ്ത്രീയുടെ ഭർത്താവ് മരിച്ചുവെന്ന് ഇയാൾ എങ്ങനെയോ അറിഞ്ഞിട്ട് പഴയ സ്നേഹബന്ധം പൊക്കിക്കൊണ്ട് വന്ന് ഇയാൾ വളരെ തന്ത്രപരമായിട്ട് ഇവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഇയാളുടെ ഒരു വിശ്വസ്തത